LDF-ന്റെ ടാഗ് ലൈൻ നിങ്ങൾ കണ്ടു കാണും. ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ട്. ശരിയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ, യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി ആ രൂപത്തിലാക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. ഈ നാട്ടിൽ തൊഴിലില്ലായ്മ 27%. 100 യുവാക്കൾ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ അത് 27 പേർ തൊഴിലില്ലാത്തവരായിരിക്കും. ഏറ്റവും അധികം തൊഴിലില്ലായ്മ ഈ നാട്ടിൽ കൊണ്ടുവരാൻ, ഈ നാട്ടിലെ യുവാക്കളെ ഈ പരുവത്തിലാക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. 3.5 ലക്ഷത്തോളം പേർ ഭൂമിയില്ലാത്തവരാണ്. നാളിതുവരെ 70 വർഷക്കാലമായി ഭരിച്ച്, 10 വർഷക്കാലമായി ഈ കേരളം ഭരിച്ച് കേരളത്തെ ഈ പരുവമാക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. ചീഫ് മിനിസ്റ്ററോട് എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യമുണ്ട്, ഒന്ന് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. നമ്മുടെ നാട്ടിൽ പട്ടിണി കയറി വരിക. ഇന്ന് ഈ കേരളത്തിലെ ദരിദ്രരായിട്ടുള്ള സാധാരണക്കാർ ആഹാരം കഴിക്കുന്നത് മോഡി സർക്കാർ കൊടുക്കുന്ന 5 കിലോ അരി സൗജന്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് 15.5 ലക്ഷം ടൺ അരിയാണ് ഒരു വർഷം ഈ കേരളത്തിന് കൊടുക്കുന്നത്. ഇതേവരെ നാട് ഭരിച്ചിരുന്ന ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കഴിക്കാൻ ആഹാരം, കുടിക്കാൻ വെള്ളം, കയറിക്കിടക്കാൻ ഇടം, പാർപ്പിടം കൊടുക്കുന്നു. എല്ലാ വീടുകളിലും ശൗചാലയം, വൈദ്യുതി, വെള്ളം, എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കുക. പ്രായമായവർക്ക് സൗജന്യ ചികിത്സ. 7 വർഷം കഴിഞ്ഞാൽ ഇനി എന്ത് ഓപ്പറേഷൻ ലക്ഷക്കണക്കിന് രൂപ ചെലവായാലും അതും മോഡി സർക്കാർ കൊടുക്കും. അങ്ങനെ വയോജനങ്ങൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ചികിത്സാ സൗകര്യം നടക്കാൻ അതും വേണ്ട വേണ്ട, ഈ കേരളത്തിൽ അത് വേണ്ട, ഞങ്ങളത് ഒപ്പിടില്ല എന്ന് പറയാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. PM ശ്രീ പദ്ധതി ഒരു സ്കൂളിന് കിട്ടുന്ന 1 കോടി രൂപയാണ്. ഒരു സ്കൂൾ പണിയാൻ, അവിടുത്തെ കോർട്ടുണ്ടാക്കാൻ, കുട്ടികൾക്ക് കളിക്കാൻ, അവരുടെ അവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുക്കാൻ PM ശ്രീ പദ്ധതി വെച്ച് നീട്ടിയപ്പോൾ അത് തള്ളിക്കളയാൻ, വേണ്ട വേണ്ട എന്ന് പറയാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? ഈ കേരളത്തിൽ വേറെ ആരുണ്ട്?